ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ, അതായത് എത്തിക്കൽ പ്രാക്ടീസസ് ഫോർ എംപ്ലോയീസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എംപ്ലോയീസിന് എന്തൊക്കെ എത്തിക്കൽ പ്രാക്ടീസസ് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് ഓപ്പറേഷണൽ ലെവൽസ് ഓഫ് ബിസിനസ് എത്തിക്സ് ആൻഡ് എംപ്ലോയീസ് അല്ലേ. ഒരു എംപ്ലോയീസിൻ്റെ ഓപ്പറേഷണൽ ലെവൽസിൽ വരുന്ന ബിസിനസ്സിൻ്റെ എത്തിക്സ് എന്തൊക്കെയാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് വൺ പേഴ്സണൽ എത്തിക്സ് ആണ്. ഓക്കെ, പേഴ്സണൽ എത്തിക്സിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പേഴ്സണൽ എത്തിക്സ് ആക്ട് ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ കമ്പാരിസൺ. ദേ ക്യാൻ ബി സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ബിസിനസ് എത്തിക്സ് അല്ലേ. ഒരു പേഴ്സണൽ എത്തിക്സ് ആണ് ഫസ്റ്റ് ഒരു ബിസിനസ് എത്തിക്സിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ ആണ്. ഒരു പേഴ്സണൽ എത്തിക്സ് ഉണ്ടാകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പറയില്ല ഒരു 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 വീട് നന്നായ ഒരു സമൂഹം നന്നാവും, ഒരു സമൂഹം നന്നായ ഒരു കൺട്രി നന്നാവും എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തി നന്നാവുക എന്നുള്ള ഫസ്റ്റ്. അപ്പം പേഴ്സണൽ എത്തിക്സ് വാല്യൂ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടേം. അതിൽ വരുന്നത് എഫക്റ്റീവ് ടീം ഹാൻഡ്ലിംഗ് ബൈ ഇറ്റ്സ് ലീഡർ അല്ലേ. ദെൻ ഇൻസ്റ്റിൽസ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദ ലീഡർ. ഒരു ലീഡർ എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നത്. പിന്നെ ഹെൽപ്സ് എംപ്ലോയീസ് ഹാൻഡിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഹെൽപ്പ് ചെയ്യണം. ദെൻ ഇംപ്രൂവ്സ് കോൺഫിഡൻസ് ഇൻ മേക്കിംഗ് ഡിസിഷൻസിൽ. ദെൻ അസർട്ടൈൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് എക്സ്പെക്റ്റഡ് ബിഹേവിയേഴ്സ്. ദെൻ ഹെൽപ്സ് ഇൻ എംപ്ലോയീസ് സെൽഫ് മോട്ടിവേഷൻ. ഇത്രയും കാര്യങ്ങൾ ഒരു ലീഡർഷിപ്പിൽ ഒരു ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു പേഴ്സണൽ എത്തിക്സ് ഉള്ളതാണെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിലേക്കും അത് നമുക്ക് എന്ത് ചെയ്യാം, റിഫ്ലക്റ്റ് ചെയ്യും. ദെൻ നമ്മൾ നോക്കുന്നത് കുറച്ച് ടേംസ് ആണ്. ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻകൾഷൻ എന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡൈവേഴ്സിറ്റി ഇൻ ദ വർക്ക് പ്ലേസ് യൂഷ്വലി അറൈസസ് ഫ്രം ഹയറിംഗ് ഇൻഡിവിജ്വൽസ് ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ്. പീപ്പിൾ ഓഫ് വാരിയസ് ജെൻഡേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഫേസ് സെക്ഷൽ. അതായത് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരുന്ന എംപ്ലോയീസ് ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലേ. ഡിഫറെൻറ്റ് പ്ലേസസ് നിന്നായിരിക്കും, ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് നിന്നായിരിക്കും, ഡിഫറെൻറ്റ് ജെൻഡേഴ്സും ആയിരിക്കും, അതേപോലെ ബാക്ക്ഗ്രൗണ്ട്സ്, അവരുടെ ഫെയ്ത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റി എന്നുള്ള എംപ്ലോയീസിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലെ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരായിരിക്കും. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യാം, നമ്മൾ ഒരേപോലെ ഒരേ ഇതിൽ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളെ ഒരു പേഴ്സണൽ ഗ്രഡ്ജോ പേഴ്സണൽ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ പേഴ്സണൽ ഒരു ഫെയ്ത്തിൻ്റെയോ പേരിൽ ഓരോ എംപ്ലോയീസിനും ഡിഫറെൻ്റ് ആയിട്ട് കാണാതെ നമ്മൾ എല്ലാ എംപ്ലോയീസിനെയും ഒരു ഗുഡ് മാനറിൽ ഒരു ബിസിനസ് എത്തിക്സ് പരമായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അതോടുകൂടി നമുക്ക് എന്താ പറയുക, ഒരു ഗുഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റും, ബെറ്റർ ആൻഡ് ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ്, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഇന്നോവേഷൻസ്, നമുക്ക് ഡിഫറെൻറ്റ് എംപ്ലോയീസ് ആകുമ്പോൾ ഡിഫറെൻറ്റ് ഐഡിയാസ് ഉണ്ടാകും. അപ്പോൾ അവരെ ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരെല്ലാവരും കൂടി നമ്മളെ ബിസിനസ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അപ്പോൾ അവരെ ഓരോരുത്തരും ഇന്നോവേഷൻസ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ലെസർ എംപ്ലോയി ടേൺ ഓവർ കുറയ്ക്കാൻ പറ്റും. അതേപോലെ ഗ്രോത്ത് ഇൻ നമ്പർ ഓഫ് കസ്റ്റമേഴ്സിൻ്റെ നമ്പർ കൂട്ടിയിട്ട് നമ്മൾ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫ് എന്താ പറയുക, ടേൺ ഓവർ കൂട്ടാതെ കുറച്ചും കൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കൂട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു. ദെൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അവിടെ, ബെറ്റർ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും. അത്രയും കാര്യങ്ങൾ ഒരു വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ്സിനൊരു മുന്നോട്ടേക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ദെൻ ഇക്വിറ്റിയിൽ പറയുന്നത് എന്താ, ദ ഐഡിയ ഓഫ് വർക്ക് പ്ലേസ് ഇക്വിറ്റി ഈസ് ടു ഗിവ് ഈച്ച് എംപ്ലോയി ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് അക്കോർഡിംഗ് ടു ദെയർ യുണീക്ക് നീഡ്സ്. അതായത് ഓരോ എംപ്ലോയീസിനും നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് എംപ്ലോയീസ് ഡിഫറെൻറ്റ് സിറ്റുവേഷനിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവർക്കൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. എന്തിന്, അവരെ യുണീക്കായിട്ട് അവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോഡക്റ്റ് കൊണ്ട് നമ്മളെ ബിസിനസ്സിന് ലാഭം ഉണ്ടാകും വേണം. കസ്റ്റമേഴ്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, കസ്റ്റമേഴ്സ് ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കൂട്ടാനും പ്രോഡക്റ്റിൻ്റെ ഗ്രോത്ത് ഉണ്ടാകാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും വേണം. അപ്പോൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്കുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം. ഓരോരുത്തരും എന്തിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ചാൻസസ് കൊടുത്തിട്ട് അവരെ ഇന്നോവേഷൻസ്, അവരെ ഒപ്പീനിയൻസും എടുത്തും കൊണ്ട് നമ്മൾ ബിസിനസ്സിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ കുറേ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പോൾ ഓരോ പോയിൻറ്റ്സ് നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ച് കുഞ്ഞു പോയിൻറ്റ്സ് ആണ്. ദെൻ ഇൻകൾഷൻ എന്ന് പറഞ്ഞാൽ എന്താ, the degree to which a workplace supports the success of its diverse
workforce is referred to as inclusion. The policies and practices that guarantee the involvement of various groups and stakeholders in significant decision procedures and decisions known as, അതായത് നമ്മളെ ബിസിനസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാകും. അത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരിക്കും? നമ്മളെ ക്യാപിറ്റൽ, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാം, മാനേജേഴ്സ് ഉണ്ടാവാം, ഡയറക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ആൾക്കാർക്കും എന്തുണ്ടാവും? നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ എന്ത് ചെയ്യുക? അവരുടെയൊക്കെ ഒപ്പീനിയൻസ്, അതായത് നമ്മളെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും നമ്മളെ ബിസിനസ്. അപ്പം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ സജഷൻസ് എടുത്തിട്ട് എംപ്ലോയീസിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും അവർ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ രീതിയിൽ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ്സിൻ്റെ ബ്രാൻഡിൻ്റെ ഇമേജ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലേ? അത് കസ്റ്റമേഴ്സിനടിക്കും. അതായത് നമ്മളെ ബിസിനസ് ഗ്രോ ചെയ്യാൻ നമ്മളൊരു പ്രോഡക്റ്റിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മാർക്കറ്റിലേക്ക്. അപ്പം കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് ആൻഡ് വർത്ത് കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ അതിലൂടെ പറ്റുന്നുണ്ട്. അതേപോലെ ഗുഡ് അറ്റ്മോസ്ഫിയർ, വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതായത് എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക, നമ്മളെ ബിസിനസ്സിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിരിക്കാം. ഓക്കെ, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? ഞാൻ പറഞ്ഞത് തന്നെ, എൻഹാൻസ്ഡ് എംപ്ലോയീസ് ട്രസ്റ്റ് ആൻഡ് ലോയാലിറ്റി. എംപ്ലോയീസിൻ്റെ ട്രസ്റ്റും ലോയാലിറ്റിയും അതേപോലെ അല്ലേ നമ്മളെ എംപ്ലോയീസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ബിസിനസ്. അപ്പോൾ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയീസിനും നമ്മളെ ബിസിനസ്സിലേക്ക് വർക്ക് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവരെ ട്രസ്റ്റ് ആൻഡ് ലോയാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ അതിലൂടെ എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റിയും പെർഫോമൻസും ഒക്കെ അവർ ഗ്രോ ചെയ്യില്ലേ? അവർക്കും നമ്മളതാണെന്ന് തോന്നുമ്പോൾ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് തരും. അപ്പം ആ രീതിക്ക് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്നു. അതേപോലെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു. അതേപോലെ ഇന്നോവേഷൻസ്, ക്രിയേറ്റിവിറ്റി, നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഓക്കെ, ദെൻ വർക്ക് പ്ലേസ് സേഫ്റ്റി ആൻഡ് ഒക്യുപ്പേഷണൽ ഹെൽത്ത്. ഇതൊക്കെ ഓരോ ടേംസ് ആണ്. വർക്ക് പ്ലേസ് സേഫ്റ്റി ആൻഡ് ഒക്യുപ്പേഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സേഫ് ആയിരിക്കും. വർക്ക് പ്ലേസിൽ ഓരോ എംപ്ലോയി സേഫ് ആയിരിക്കണം, അല്ലെ? അവരെ എത്രയാലും എംപ്ലോയീസാന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ അവരെ സേഫ്റ്റി എന്താണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് പ്രധാനമാണ്. അപ്പോൾ അവർക്ക് അവരെ വർക്ക് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അവരെ സറൗണ്ടിങ്സ് എന്താ പറയുക സേഫ് ആക്കി വെക്കുക. സേഫ് വർക്കിംഗ് കണ്ടീഷൻസ്. ചില ബിസിനസ്സിൽ നമ്മൾ കാണില്ല, ഹൈലി റിസ്ക് ഉള്ള ബിസിനസ്. ചില ഇപ്പോൾ എന്താ പറയുക കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു റിസ്ക് മാനറാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള എല്ലാ ബെനിഫിറ്റ്സും ഉണ്ട്. അവർ ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു പോയാലുള്ളവർക്കുള്ള ഇൻഷുറൻസ്, മുന്നോട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കും അതിൽ എംപ്ലോയീസിനെയൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പം അത് അണ്ടർ ഗവൺമെൻറ്റിൻ്റെ എന്തുണ്ടാവും? ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നിട്ടായിരിക്കും കേട്ടോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് സേഫ് വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടാക്കിയെടുക്കുക, അവരെ ഹെൽത്ത് നോക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ബിസിനസ് എത്തിക്സിൽ പറയുന്ന കാര്യങ്ങളാണ്. ദെൻ നോക്കുന്നത് ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിൻ്റെ കേസിൽ ഹോണസ്റ്റി എന്ന് പറഞ്ഞ ടേം എങ്ങനെയാണ് എംപ്ലോയീസിൻ്റെ കേസിൽ? അതായത് ഹോണസ്റ്റി ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ട്രസ്റ്റ്, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, റിലയബിലിറ്റി, അത്രയും കാര്യങ്ങൾ. ഇതിപ്പം എടുത്തു പറയേണ്ട കാര്യമുണ്ട്. ട്രസ്റ്റ്, ഹോണസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ട്രസ്റ്റ് ഉണ്ടായിരിക്കുക, റെസ്പോൺസിബിൾ ആയിരിക്കുക ഒരു എംപ്ലോയി ആയിട്ട്. അതേപോലെ തന്നെ അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിസ്റ്റേക്സ് ഉണ്ടാകുമ്പോൾ, അതായത് ഒരു എംപ്ലോയീസിന് എന്തെങ്കിലും മിസ്റ്റേക്സോ ഇതോ ഉണ്ടാകുമ്പോൾ നമ്മളെന്തെങ്കിലും റെസ്പോൺസിബിൾ ആയിരിക്കുക. അതായത് എംപ്ലോയിയും റെസ്പോൺസിബിൾ ആയിരിക്കണം, അയാൾക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തിരുത്താൻ. അറ്റ് ദ സെയിം ടൈം എന്തായിരിക്കണം? ബിസിനസ്സും അതിനനുസരിച്ചിട്ട് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് ആ രീതിക്ക് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ റിലയബിൾ ആയിരിക്കണം ഒരു എംപ്ലോയീസ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അഡ്വാൻറ്റേജസിൽ എന്താണ്? ഇംപ്രൂവ്സ്, ലീഡർഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു, ഹോണസ്റ്റി വർക്കൗട്ട് ആകുന്നതോടുകൂടി. അതുപോലെ എൻകറേജ് ഫേവറബിൾ ഓർഗനൈസേഷൻ കൾച്ചർ ഉണ്ടാവുന്നു, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നു, പ്രമോട്ട്സ് ഡൈവേഴ്സിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഓണസ്റ്റിയിൽ പറയുന്നത്. ദെൻ ഇൻറ്റഗ്രിറ്റി ഓഫ് എംപ്ലോയീസ്. ഒരു എംപ്ലോയീസ് നമ്മുടെ ഇൻറ്റഗ്രിറ്റി എങ്ങനെയാണ്? ഇൻറ്റഗ്രിറ്റി ഈസ് ദ എബിലിറ്റി ടു കണ്ടക്ട് റെസ്പെക്ട്ഫുള്ളി റിഗാർഡ്ലെസ് ഓഫ് വെദർ someone ഈസ് ബിലോങ്ഡ്, ഒബ്സർവ്ഡ് ഓർ നോട്ട്. അതായത് ഇൻറ്റഗ്രിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതോടുകൂടി എന്താ പറ്റുന്നത്? നമുക്ക് ഒരു എക്സലൻറ്റ് മോറൽസ് ആൻഡ് എത്തിക്സ് ആസ്പെക്ട് ഓഫ് ലൈഫ്. അതായത് എംപ്ലോയീസിൽ നമ്മൾ എന്താ പറ്റുക? ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ?
അപ്പോൾ അത് എംപ്ലോയീസും ഓണേഴ്സും അല്ലെങ്കിൽ ബിസിനസ്സും എംപ്ലോയീസും രണ്ടല്ല. ഒരു ബിസിനസ്സിന് വേണ്ടി ഒരു എംപ്ലോയി കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒന്നാണെന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഒരു നല്ല അറ്റ്മോസ്ഫിയർ, ഗുഡ് അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു. അത് നമ്മളെ എന്ത് ചെയ്യുന്നു, നമ്മളെ ബിസിനസ്സിൻ്റെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും ഗ്രോത്തിനും ലോങ് ടേം ഗ്രോത്തിനും നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്നത് അക്കൗണ്ടബിലിറ്റി ഓഫ് എംപ്ലോയീസ്. അതായത് അക്കൗണ്ടബിലിറ്റി മീൻസ് ടേക്കിംഗ് ഓണർഷിപ്പ് ഓഫ് വൺസ് ആക്ഷൻസ്. ബീങ് അക്കൗണ്ടബിൾ ഓൾസോ entails accepting responsibility for one's job responsibility and existing initiative to take additional work as needed. അതായത് എന്താണ് അക്കൗണ്ടബിലിറ്റി ഓഫ് എംപ്ലോയീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു എംപ്ലോയിക്ക് നമ്മൾ ഒരു വർക്ക് കൊടുത്തു എന്ന് എടുക്കാം. അപ്പോൾ അയാളത് കൃത്യമായിട്ട് ചെയ്തു അല്ലേ, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വളരെ നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആ എംപ്ലോയിക്ക് തന്നെ കുറച്ചുകൂടി എന്താ പറയുക, അയാൾ എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ ഒരു സപ്പോർട്ട്, എന്താ പറയുക സപ്പോർട്ടല്ല, അയാൾ അതിൽ നമ്മളെ എൻകറേജ് ചെയ്യുന്നതോടുകൂടി അയാൾക്കൊരു അഡീഷണൽ സപ്പോർട്ട്, വേറൊരു വർക്ക് കൂടി ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബിസിനസ്സിന് ടേൺ ഓവർ കുറച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കൂട്ടാനായിട്ട് പറ്റും അല്ലേ. അതൊക്കെ ഒരു ബിസിനസ് ട്രിക്കാണ്. അപ്പം എംപ്ലോയീസിൻ്റെ അക്കൗണ്ടബിലിറ്റി ഇൻക്രീസ് ചെയ്ത് വെക്കുന്നതോടുകൂടി ബിസിനസ്സിൻ്റെ ഗ്രോത്തിലേക്കാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എംപ്ലോയീസിൻ്റെ എത്തിക്കൽ പരമായി ഡീൽ ചെയ്യുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട്, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളെ ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റിൽ ബിസിനസ്സിനെ ലോങ് ടേം പ്രോസസ്സിലേക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഹെൽപ്സ് ഇംപ്രൂവിങ് ദ പെർഫോമൻസ് അല്ലേ, നമ്മളെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യുന്നതോടുകൂടി. അതേപോലെ എൻഹാൻസ് കോൺഫിഡൻസ്, ആ എംപ്ലോയിനെ സംബന്ധിച്ച് അയാൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ ഒരു ഇത് വേറെ വർക്ക് കൊടുക്കുമ്പോൾ അയാളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇനിയും എനിക്കിത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആ എംപ്ലോയിക്ക് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ട് വരുന്നു. ദെൻ എന്താണ് ക്വാണ്ടിഫൈങ് ദ വർക്ക് ഡൺ വിത്ത്, അതായത് പ്രൊമോട്ട്സ്, നമ്മൾക്ക് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് കൂട്ടും അല്ലേ, ക്വാളിറ്റിയും കൂടുന്നുണ്ട് അതേപോലെ ക്വാണ്ടിറ്റിയും കൂടുന്നുണ്ട് വർക്കിൻ്റെ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ കേസിൽ വരുന്ന സമയത്ത്. അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി ഇൻ റീറ്റെയിൽ ബിസിനസ്. ഒരു റീറ്റെയിൽ ബിസിനസ്സിന് സംബന്ധിച്ചുള്ള സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെയാണ് വരിക ഒരു റീറ്റെയിൽ ബിസിനസ്സിൽ സംബന്ധിച്ച്? അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത് എന്താണ്, ഒരു റീറ്റെയിൽ ബിസിനസ്സിന് എന്തൊക്കെ ഉണ്ടായിരിക്കണം? നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ എക്കോണമിക്കൽ ഫ്രണ്ട്ലി ആയിരിക്കണം അല്ലെ. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ബിസിനസ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ ലീഗൽ സോഷ്യൽ റെസ്പോൺസിബിൾ ആയിരിക്കുക. സോഷ്യൽ റെസ്പോൺസിബിൾ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ലീഗൽ ഫ്രെയിംവർക്കിൽ, അതായത് ലോ എന്താണോ അനുശാസിക്കുന്ന ആ ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുക എന്നുള്ളത്. കസ്റ്റമേഴ്സിന് അതേപോലെ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതേപോലെ എന്താണ് നമ്മൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റാസ് കളക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ. അപ്പോൾ അതെന്ത് ചെയ്യുക, പ്രൈവസി കീപ്പ് ചെയ്യുക. ഓക്കെ, അവർ കസ്റ്റമേഴ്സ് എപ്പോൾ ആവശ്യപ്പെടുമ്പോഴും അവരുടെ ഡാറ്റ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട്, അവരെ കൺസെൻറ്റോട് കൂടി മാത്രമേ അത് ഷെയർ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പഠിച്ചു. അപ്പോൾ അത്രയും എല്ലാം നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുമ്പോഴാണ് ഒരു റീറ്റെയിൽ ബിസിനസ് എന്താവുന്നത്, സോഷ്യലി റെസ്പോൺസിബിൾ ആവുന്നത്. അതേപോലെ വേസ്റ്റിംഗ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ അതൊക്കെ കീപ്പ് ചെയ്യാം. ദെൻ മെറിറ്റ്സ് ഓഫ് ബീയിങ് സോഷ്യൽ റെസ്പോൺസിബിൾ ഓർഗനൈസേഷൻ. എന്തൊക്കെ മെറിറ്റ്സ് ഉണ്ടാവും ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. അതായത് എംപ്ലോയീസ് ലെവലിൽ, വർക്ക് പ്ലേസ് എൻഗേജ്മെൻറ്റ്, മാക്രോ ലെവൽ, 3 ടൈപ്പ് ഓഫ് ലെവൽസ് ആണ്. അതായത് എംപ്ലോയീസ് ലെവലിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതൊക്കെ ഒരു സമ്മാണ്, നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു കാര്യങ്ങളാണ്. എംപ്ലോയീസ് ലെവലിലും നമുക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നു. അതേപോലെ വർക്ക് പ്ലേസ് എൻഗേജ്മെൻറ്റ്, വർക്ക് പ്ലേസസിലും നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മളെ ഗ്രോത്ത് കാണിക്കാൻ പറ്റുന്നു. ദെൻ ഓവറോൾ നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലും നമ്മളെ ബിസിനസ്സിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നു. നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പെന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നതോടുകൂടി നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനേ പറ്റുന്നുള്ളൂ അല്ലേ, എത്തിക്കൽ പരമായിട്ട് ഡീൽ ചെയ്യുന്നതോടുകൂടി.
ദെൻ എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റിയിലാണ് നമ്മൾ പറഞ്ഞ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ട്രാൻസ്പോർട്ടേഷൻ കാർബൺ എമിഷൻസ് ഒക്കെ കുറച്ചും കൊണ്ട്